ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്രയും ദിവസങ്ങളായി ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. കഴിഞ്ഞ മാസം 22 നടന്ന പഹൽഗാം ഭീകരാക്രമണമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ ഇത്രയും നാളുകളായിട്ടും ഒരു കൃത്യമായ രീതിയിൽ ഒരു സോളിഡായിട്ടുള്ള ഒരു മധ്യസ്ഥ ശ്രമം ആരുടെയും ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല എന്നത് അമ്പരപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് അമേരിക്കയുടെ പുതിയ നിലപാട് വരുന്നത്. അവിടെ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ വിഷയം നിരന്തരമായി അമേരിക്ക വീക്ഷിച്ചു വരികയാണ്. അതിൽ ട്രംപിനുള്ള ഒരു അഭിപ്രായം എത്രയും പെട്ടെന്ന് ഇരു രാജ്യങ്ങളും ഈ സംഘർഷ സാഹചര്യം ഒഴിവാക്കണം, ഇരു രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഇത്രയും നാൾ നമ്മൾ കണ്ടത് അങ്ങനെയല്ല. ഇന്ത്യക്ക് പൂർണ്ണമായി പിന്തുണ നൽകുന്ന അമേരിക്ക നമ്മൾ കണ്ടു, പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്ന അമേരിക്കയെ കണ്ടു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഈ പ്രസ് റിലീസിൽ അല്ലെങ്കിൽ ഈ വിശദീകരണത്തിൽ പറയുന്നത് മാർക്കോ റുബിയോയും ഒക്കെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് അഭിപ്രായപ്പെടുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു അന്ത്യമുണ്ടാകണം, അതുകൊണ്ട് ആ രീതിയിൽ ഇരു രാജ്യങ്ങളും മുന്നോട്ട് വരണം, ഇരു രാജ്യങ്ങളുമായും നല്ല ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത് എന്ന രീതിയിൽ ഒരു പുതിയ അഭിപ്രായമൊക്കെ അമേരിക്ക പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് വായിക്കേണ്ടത് ഡോക്ടർ മോഹൻ വർഗീസ്? അത് പൂർണ്ണമായും പുതിയ അഭിപ്രായമല്ല. ഇന്ത്യയോടും പാകിസ്ഥാനോടും തുല്യ അകലമാണ് എന്ന രീതിയിൽ പല പ്രാവശ്യം ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കളെ എനിക്കറിയാം, നല്ല ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങളുമായും അമേരിക്കയ്ക്കുള്ളത്. ഈ രണ്ട് രാജ്യങ്ങളും ഡീഎസ്കലേറ്റ് ചെയ്യണം എന്ന മട്ടിൽ, ഒഴുക്കൻ മട്ടിൽ ഒരു അഴകുഴമ്പൻ സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഇന്ത്യക്ക് അനുകൂലമായ രീതിയിലാണ് സംസാരിച്ചത് എന്ന് വരുത്തി തീർക്കുക എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് അർത്ഥതലങ്ങൾ ഞാൻ അതിനകത്ത് കാണുന്നില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കച്ചവട താല്പര്യങ്ങൾ തന്നെയാണ് പ്രധാനം. പാകിസ്ഥാന് പരമാവധി ആയുധ വിൽപ്പന നടത്താനുള്ള അവസരം. എന്നാൽ ഇന്ത്യയെ പൂർണ്ണമായി പിണക്കാനും അമേരിക്ക താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ തർക്കം അവർ തന്നെ പരിഹരിക്കട്ടെ, വേണ്ടി വന്നാൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇടപെടാം എന്ന രീതിയിൽ ഒഴുക്കൻ മട്ടിലുള്ള സംസാരമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് നയതന്ത്ര നീക്കമായി പൂർണ്ണമായി കരുതാനാവില്ല. ഇറാന്റെ വിദേശകാര്യ മന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ചു. അതുപോലെ സൗദിയുടെ വിദേശകാര്യ ഉപമന്ത്രി പാകിസ്ഥാനിൽ എത്തിയിരുന്നു. അപ്പൊ ഇറാനും സൗദി അറേബ്യയും ഒക്കെ ഇസ്ലാമിക ലോകത്തെ വലിയ ശക്തികളാണ്. പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ഒരുപോലെ അടുപ്പമുള്ള രാജ്യങ്ങളാണ് ഇറാനും സൗദി അറേബ്യയും. പക്ഷെ അവരുടെയൊക്കെ ശ്രമങ്ങൾ ബധിരകർണങ്ങളിൽ വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സ്വന്തം കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ. റഷ്യ ഉക്രൈൻ യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് പോരാട്ടമോ അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല. ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അന്റോണിയോ ഗുട്ടറസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതിനുപരിയായി ഐക്യരാഷ്ട്ര സംഘടനയിൽ വരുന്ന പ്രമേയങ്ങൾ ഇസ്രയേലിനെ കൊണ്ടോ അല്ലെങ്കിൽ റഷ്യയെ കൊണ്ടോ ഉക്രൈനെ കൊണ്ടോ അംഗീകരിപ്പിക്കാനുള്ള ശക്തി സാഹചര്യം യുണൈറ്റഡ് നേഷൻസിന് ഇന്നത്തെ നിലയിലില്ല. അതുകൊണ്ട് പൂച്ചക്കാര് മണികെട്ടും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇന്ത്യയുടെ അൾട്ടീരിയർ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സിൽ ഏറ്റവും പ്രമുഖമായി ഉള്ളത് ഭീകരവാദത്തിന്റെ വേരറക്കുക എന്നതാണ്. ടു കട്ട് ദി റൂട്ട്സ്, ടു ഗോ ഇൻ ടു ദ റൂട്ട്സ് ഓഫ് ടെറർ. അത് ലോകത്തിന്റെ ആവശ്യം കൂടിയാണ്. ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഒരു കൈ സഹായം ചെയ്യേണ്ട സമയമാണ് ഇത്. ലോകരാജ്യങ്ങൾ കയ്യും കെട്ടി മാറി നിൽക്കുക എന്നതല്ല, ഇന്ത്യയുടെ പോരാട്ടത്തിൽ ആ ആഗോള ഭീകരതയ്ക്കെതിരെയാണ്, പാകിസ്ഥാനെതിരെയല്ല. ഇന്ത്യ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു, ഇത് പാകിസ്ഥാനെതിരെയോ പാകിസ്ഥാൻ ജനതയ്ക്കെതിരെയോ പാകിസ്ഥാൻ സർക്കാരിനോ എന്തിന് സൈന്യത്തിനെതിരെയോ ഉള്ള പോരാട്ടമല്ല, മറിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ലോകരാജ്യങ്ങൾ അണിനിരേണ്ടതാണ്. ഒരിക്കൽ ആ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഫണ്ടിങ്, ഭീകര ടെറർ ഫണ്ടിങ് നെറ്റ്വർക്ക് അവസാനിപ്പിക്കണം. പൊളിറ്റീഷ്യൻസും അതുപോലെ സൈന്യവും തീവ്രവാദികളും എല്ലാം തമ്മിലുള്ള ഒരു നെക്സസ് അവസാനിപ്പിക്കണം. ഇതെല്ലാം തന്നെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒന്നാന്തരം അവസരമാണ് ഇന്ത്യയുടെ മുമ്പിൽ കൈവന്നിരിക്കുന്നത്. ഇന്ത്യ അവസരങ്ങൾ എവിടെ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ഇതാ തെളിവ് എന്ന് പറയുന്ന ഇന്ത്യ നൽകുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കണം എന്ന ഒരു ഒഴുക്കമട്ടിലുള്ള പ്രസ്താവനകളുമായി ലോക നേതാക്കൾ അവരുടെ റോൾ ഭംഗിയായി ആടിത്തീർക്കുകയാണ്. ഔപചാരികതയുടെ പേരിൽ അവരുടെ റോളുകളെല്ലാം ആടിത്തീർക്കുന്ന ലോക നേതാക്കളെയും രാജ്യങ്ങളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.